വിപത്തുകളെയും തടുക്കുന്നതിന് വേണ്ടി അവർക്ക് സംരക്ഷണം നിന്നിരുന്നത് മുസ്ലിം ഭടന്മാരായ മരക്കാർ വിഭാഗമായിരുന്നു. അവരുടെ പേരുകളാണ് നമ്മൾ കുഞ്ഞാലി മരക്കാർ ഒന്നാമനെന്നും രണ്ടാമനെന്നും മൂന്നാമനെന്നും നാലാമനെന്നും അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അവരുടെ ആ ഉറച്ച തീരുമാനത്തിന്റെ മുന്നിൽ വൈദേശികമായ എല്ലാ ശക്തികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അറബികളുമായുള്ള കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തുവാൻ കേരള സമൂഹത്തിന് സാധിക്കുകയും അങ്ങനെ മുസ്ലിം സമൂഹം സാമ്പത്തികമായിക്കൊണ്ടും സാംസ്കാരികമായിക്കൊണ്ടും സാമൂഹികമായിക്കൊണ്ടും നേതൃത്വപരമായിക്കൊണ്ടും ഒരു ഉയർന്ന പദവിയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 6 നൂറ്റാണ്ട് കാലം. അങ്ങനെ ആ 6 നൂറ്റാണ്ട് കാലത്തിന് ശേഷമാണ് ഫ്രാൻസിലുണ്ടായ ക്രിസ്തീയ വിഭാഗത്തിന്റെ പോപ്പിന്റെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിൽ അവർക്ക് ക്രിസ്തീയ വിഭാഗത്തിന് ആധിപത്യം ലഭിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തെ അവർ ഇല്ലാതാക്കുകയും ആട്ടിയോടിക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു അതായത് അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും എല്ലാം കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും ആ വികസിച്ച കാലഘട്ടത്തിലൂടെ ഫ്രാൻസിലും ഇസ്ലാമിന് ശക്തി ലഭിക്കുകയുണ്ടായി. കാലക്രമേണ ഇസ്ലാമിന് ശക്തി അവിടെ ക്ഷയിക്കുകയും പോപ്പിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിങ്ങളെ അവിടെ നാട്ടിയോടിക്കുകയും ആ മുസ്ലിങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് അന്നത്തെ പോപ്പിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിന് ലഭിച്ച നിർദ്ദേശം. അതിന്റെ തുടർച്ചയെന്നോണമാണ് 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുന്നത്. അദ്ദേഹം ഒരു വാണിജ്യമായ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല കേരളത്തിലേക്ക് വന്നത്, മറിച്ച് അദ്ദേഹം വന്നിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം കേരളത്തിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ അവിടെ നിന്ന് തുരുത്തുകയും അതോടൊപ്പം തന്നെ അവർ അറബികളുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വാണിജ്യങ്ങളെല്ലാം ഞങ്ങളുടെ അധീനതയിലാക്കണമെന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കപ്പൽ കയറുന്നത്.